നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫാൻ ക്ലീൻ ചെയ്യുന്ന ഒരു ടൂളാണ് ചെയ്യുന്നത്. ഫാൻ ക്ലീൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പൊടി ഇരുന്ന് കഴിഞ്ഞാൽ അത് ഫാനിൻ്റെ RPM കുറയും, അതനുസരിച്ച് ഫാനിൽ നിന്ന് കിട്ടുന്ന കാറ്റും കുറയും. അതുപോലെ തന്നെ പൊടി ഉണ്ടാക്കുന്ന എയർ റെസിസ്റ്റൻസ് കാരണം കുറച്ച് വൈദ്യുതി നമുക്ക് ഹീറ്റായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്രയും ഉയരത്തിലുള്ള ഫാൻ ക്ലീൻ ചെയ്യുന്നത് കുറച്ച് റിസ്ക്കുള്ള ജോലിയായതുകൊണ്ട് തന്നെ ആരും ഇത് ശരിയായ സമയങ്ങളിൽ ചെയ്യാറില്ല. അപ്പോൾ എത്ര ഉയരത്തിലുള്ള ഫാനായാലും അത് താഴെ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് 1 ഇഞ്ചിൻ്റെ 4 എൽബോ, 1 ഇഞ്ചിൻ്റെ 1 ടീ, 3/4 ഇഞ്ചിൻ്റെ 1 ടീ. പിന്നെ വേണ്ടത് ഇതുപോലത്തെ 2 സ്പോഞ്ച്. ഇത് മാർക്കറ്റിലെല്ലാം കിട്ടുന്നതാണ്. ഇത് രണ്ടും കൂടി 30 രൂപയുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾസ്റ്ററി കടയിൽ ഡാമേജ് പീസിൽ നിന്നും ഈ അളവിൽ കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ വേണ്ടത് 2 PVC പൈപ്പാണ്. അത് 1 ഇഞ്ചിൻ്റെത് 2 മീറ്റർ ലെങ്തിലും 3/4 ഇഞ്ചിൻ്റെത് 1.5 മീറ്റർ ലെങ്തിലും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി. ഇതെല്ലാം കൂടി 200 രൂപ താഴെ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഈ സ്പോഞ്ച് ഇതുപോലെ വെച്ച ശേഷം നമ്മളെടുത്തിരിക്കുന്ന PVC പൈപ്പ് ഈ 2 സൈഡിലേക്കും 1 ഇഞ്ച് തള്ളി നിൽക്കത്തക്ക രീതിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ചിൻ്റെ PVC പൈപ്പിൻ്റെ 2 പീസ് വേണം. അതുപോലെ 3/4 ഇഞ്ചിൻ്റെത് ഒരെണ്ണം മതി. നമ്മൾ പറഞ്ഞ അളവിൽ 1 ഇഞ്ചിൻ്റെ 2 പീസും എടുത്തിട്ടുണ്ട്. അതുപോലെ 3/4 ഇഞ്ചിൻ്റെ 1 പീസും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പിലും 1 ഇഞ്ചിൻ്റെ 1 PVC പൈപ്പിലും സെൻറ്റർ ഭാഗം കൊണ്ട് കട്ട് ചെയ്തിട്ട് അവിടെ ടീ കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ 10 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്ത ശേഷം സോൾവെൻറ്റ് ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിക്കണം. ഇതിപ്പോൾ ടീ കണക്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ ടീയുടെ ലെങ്ത് കൂടെ ഈ പൈപ്പിൻ്റെ ലെങ്തിൻ്റെ കൂടെ ആഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത അതേ അളവിലേക്ക് ഈ ടീ കണക്ട് ചെയ്ത പൈപ്പുകളുടെ ലെങ്തും എത്തിക്കണം. അപ്പോൾ ടീ സെൻറ്ററായി വരത്തക്ക രീതിയിൽ ഈ തള്ളി നിൽക്കുന്ന 2 ഭാഗവും കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ ഒരേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മളെടുത്തിരിക്കുന്ന ഈ 1 ഇഞ്ചിൻ്റെ PVC പൈപ്പിലേക്ക് ഈ സ്പോഞ്ച് ഫിക്സ് ചെയ്യണം. അതിനുവേണ്ടി 2 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു ലോങ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു സ്ലോട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ ഈ 3/4 ഇഞ്ചിൻ്റെ ടീ കണക്ട് ചെയ്തിരിക്കുന്ന PVC പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഈ സ്പോഞ്ചും സ്ലോട്ട് കട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി 2 സെൻറ്റിമീറ്ററും നീളം സ്പോഞ്ചിൻ്റെ നീളവുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് ചെറിയ കത്തി നന്നായിട്ട് ചൂടാക്കിയ ശേഷം അതുകൊണ്ട് വളരെ ഈസിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്പോഞ്ച് ഫിറ്റ് ചെയ്ത ഈ 3/4 ഇഞ്ചിൻ്റെ ടീ വരുന്ന പൈപ്പ് അതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഈ 1 ഇഞ്ചിൻ്റെ ടീയുടെ സെൻറ്ററിൽ കൂടെ പുറത്തേക്ക് എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. ഈ PVC പൈപ്പ് ഇപ്പോൾ കറക്റ്റായിട്ട് കയറുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. ഏറ്റവും മുകൾ ഭാഗത്ത് 1 ഇഞ്ചിൻ്റെ സ്പോഞ്ച് വരുന്ന പൈപ്പ്, ഏറ്റവും താഴ്ഭാഗത്ത് 1 ഇഞ്ചിൻ്റെ ടീ വരുന്ന പൈപ്പ് വയ്ക്കണം. നടുക്ക് 3/4 ഇഞ്ചിൻ്റെ സ്പോഞ്ച് വരുന്ന പൈപ്പ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് ഫാനിൻ്റെ ലീഫ് വരേണ്ടത്. ഇനി സൈഡിലെ എൽബോകൾ തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു അകലം എത്രയാണോ അത് നമ്മൾ 1 ഇഞ്ചിൻ്റെ പൈപ്പിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 പൈപ്പ് ഒരേ ലെങ്തിലുള്ള എടുത്തിട്ടുണ്ട്. അകലം ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല.
നമ്മൾ ഈ രണ്ട് ഭാഗത്തും അതുപോലെ ഇപ്പുറത്തെ ഈ രണ്ട് ഭാഗത്തും നമ്മൾ സോൾവെൻറ്റ് ഉപയോഗിച്ച് ഒട്ടിക്കണം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഈ സൈഡിലും നമ്മൾ സോൾവെൻറ്റ് ഉപയോഗിക്കരുത്. ഇത് നമ്മൾ സോൾവെൻറ്റ് ഉപയോഗിച്ച് ഒട്ടിക്കുന്ന സമയത്ത് ചിലപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കയറിപ്പോകാം. അപ്പോൾ എവിടം വരെയാണ് ഒട്ടിക്കേണ്ടതെന്ന് അറിയാനായിട്ട് ഒരു മാർക്കർ ഉപയോഗിച്ച് ഇതുപോലെ ഒരു പോയിൻ്റ് ഇടണം. അപ്പോൾ നമ്മൾ സോൾവെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻ്റ് വരെ എല്ലാ എൽബോകളും കണക്ട് ചെയ്തു. നമ്മൾ ഈ രണ്ട് വശത്തും അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തും സോൾവെൻറ്റ് ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടില്ല. അതിനുശേഷം നമുക്ക് 1 ഇഞ്ചിൻ്റെ പൈപ്പ് ഈ ടീയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് വശത്തും സോൾവെൻറ്റ് ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്കിതുപോലെ ഇത് ട്വിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ ഔട്ടർ PVC പൈപ്പ് നമ്മൾ കുറേ കട്ടിംഗ് പീസ് എടുത്തതുകൊണ്ട് 1.25 മീറ്റർ ലെങ്തേ ഉള്ളൂ. അപ്പോൾ ഇന്നർ 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഇതുപോലെ പ്രസ് ചെയ്ത ശേഷം നമ്മൾ ഒരു 1/2 അടി പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണ്ടതുപോലെ ട്വിസ്റ്റ് ചെയ്താണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് പൈപ്പും ഒരേപോലെ ട്വിസ്റ്റ് ആകുന്നതിന് വേണ്ടി ഇതിൻ്റെ താഴത്തായിട്ട് നമ്മളൊരു ലോക്കിംഗ് സിസ്റ്റം കൂടെ കൊടുക്കുന്നുണ്ട്. ഈ സ്പോഞ്ചിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചൂടാക്കിയ ഒരു ആണി ഉപയോഗിച്ച് ഒരു 4-5 ഹോൾ കൂടി ഈ ഇന്നർ പൈപ്പിൻ്റെ താഴത്തോട്ട് ഇട്ട് കൊടുക്കണം. വീഡിയോ എടുത്തിരിക്കുന്നത് ഇതുപോലെ ലോക്കിംഗ് സിസ്റ്റം ഒന്നും ഇല്ലാതെ പ്രസ് ചെയ്ത് ഇന്നർ പൈപ്പിനെ ഔട്ടർ പൈപ്പിനെ ഒരേപോലെ ട്വിസ്റ്റ് ചെയ്താണ്. പക്ഷേ ഇതുപോലത്തെ ഒരു ലോക്കിംഗ് സിസ്റ്റം കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രായം കൂടിയവരാണെങ്കിൽ കൂടി ഇത് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോഴ്സിൽ ഇതുപോലെ പ്രസ് ചെയ്ത് ഒരാണി ഉപയോഗിച്ച് ലോക്ക് ചെയ്യുക. ഇത് വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നമ്മൾ ഇന്നർ പൈപ്പിനെ താഴത്തേക്ക് വലിച്ച ശേഷം ഈ ലീഫിലേക്ക് ഫുള്ളായിട്ട് കയറ്റുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഫോഴ്സിൽ ഈ സ്പോഞ്ചിനെ പ്രസ് ചെയ്യുക. താഴത്തെ ഹാൻഡിലിൽ ഒരാണി ഉപയോഗിച്ച് ലോക്ക് ചെയ്യുക. അതിനുശേഷം ഈ പൈപ്പിനെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ചെറുതായിട്ട് വലിച്ചാൽ മതി, ക്ലീനായി കിട്ടും. സ്പോഞ്ച് നമ്മൾ ഡ്രൈ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്പോഞ്ച് ഇതുപോലെ ഊരിയെടുത്ത് പുറത്ത് കൊണ്ടുപോയി ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഫാനിൻ്റെ സെൻറ്റർ ഭാഗം ക്ലീൻ ചെയ്യുന്നതിന് നമ്മൾ ഇതിൻ്റെ ഫ്രെയിം ഇതുപോലെ തിരിച്ച ശേഷം ഇതിൻ്റെ ഇന്നർ പൈപ്പിനെ പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം ഫാൻ ഫുൾ സ്പീഡിൽ ഓണാക്കി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, അത് ക്ലീനായി കിട്ടും. സ്പോഞ്ച് പൊടിയെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പൊടിയൊന്നും വീഴാതെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് പഴയ ഫാനാണെങ്കിൽ അതിൻ്റെ ലീഫിൻ്റെ പെയിൻ്റൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ എല്ലാ ലീഫും ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്ത ശേഷം ഈ സ്പോഞ്ച് ചെറുതായിട്ടൊന്ന് നനച്ച് നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്താൽ മതി, നന്നായിട്ട് ക്ലീനായി കിട്ടും. ശേഷം ഈ സ്പോഞ്ച് ഫ്രെയിമിൽ നിന്ന് ഊരിയെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് പിഴിഞ്ഞ് ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാ വീടുകളിലും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടൂളാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.